ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റിലറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ പാർട്ടിക്ക് ഒരു ഭാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ടൈറ്റിലർ സാർ എപ്പോൾ ഇലക്ഷൻ വന്നാലും ശരി 2-3 ഇലക്ഷനായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രാവശ്യവും ഇലക്ഷൻ വരുന്നതിന് മുൻപ് താങ്കളുടെ മേൽ കുറ്റം ആരോപിക്കാറുണ്ട്. താങ്കളുടെ പാർട്ടിക്ക് താങ്കൾ ഒരു ലയബിലിറ്റി ആയിട്ട് മാറിയോ? ഞാൻ ലയബിലിറ്റി ഒന്നുമില്ല. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റിലുള്ളവരെ എന്നെ കണ്ട് പേടിക്കുക. ഞാൻ 4 ഇലക്ഷനിലും മത്സരിച്ച് 4ലും വിജയിച്ചു. പിന്നെ നിങ്ങൾക്ക് എത്ര വലിയ സ്റ്റാർ വെൽവെറ്റ് ഉണ്ടെങ്കിലും ശരി, മദൻലാൽ ഖുറാന ആവട്ടെ, കമൽനാഥ് ഗുപ്ത ആവട്ടെ, വിജയകുമാർ മൽഹോത്ര, പിന്നെ വിജയകുമാർ ഗോയൽ, ഇവരൊക്കെ എത്രമാത്രം പേടിക്കുന്നു എന്ന് വെച്ചാൽ എന്നെ ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സിയിൽ പെടുത്തി എന്റെ പേര് ചീത്തയാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് തോന്നുന്നത് താങ്കളുടെ പാർട്ടി താങ്കളോട് അന്യായം കാണിച്ചെന്നാണോ? ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. ആ ഒരു പെർസെപ്ഷൻ അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തു. ഞാനും ടെലിവിഷൻ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇത്രയ്ക്ക് മോശമായ ആളാണോ എന്ന്. സോ ഇമാജിൻ ചെയ്ത് നോക്കൂ, പാർട്ടിയെ എത്രമാത്രം നാണം കെടുത്താൻ നോക്കിയെന്ന് വെച്ചാൽ. അതായത് ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്ത കാര്യം. അതിനുശേഷം ജനങ്ങൾ ശരിക്കും കോപാകുലരായി. താങ്കൾക്കും സിഖ് ആൾക്കാരോട് കോപമുണ്ടായിരുന്നു? ഇല്ല, കാരണം ഇന്ദിരാഗാന്ധിയെ കൊന്ന 2 പേരും സിഖുകാരായിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട അന്ന് ഞാൻ ഡൽഹിയിലില്ല, ഞാൻ അമേത്തിയിലായിരുന്നു. 1-ാം തീയതി രാവിലെ തന്നെ ഞാൻ ഫ്ലൈറ്റ് കയറി ലക്നൌവിലെത്തി. വന്ന ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടാണ് പോയത്. പിന്നെ രാജീവ് ഗാന്ധിക്കൊപ്പം തീർമൂർത്തി ഭവനിലേക്ക് പോയി. ഞാൻ ഇപ്രാവശ്യം ആ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 വീഡിയോസും ദൂരദർശൻ എടുത്തതാണ്. ആരൊക്കെയോ പറയുന്നില്ലേ ജഗദീഷ് ടൈറ്റിലർ വേറെ എവിടെയോ ആയിരുന്നെന്ന്. എന്റെ പേരിൽ കുറ്റാരോപണം നടത്തുന്നവർ ഈ വീഡിയോ കാണട്ടെ. ഞാൻ രാജീവ് സാറിനൊപ്പം ഉണ്ടായിരുന്നു, മുഹമ്മദ് ഉന്നീസ് സാറിനൊപ്പം ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചനൊപ്പവും ഉണ്ടായിരുന്നു, RK ധവാനൊപ്പവും ഉണ്ടായിരുന്നു, പിന്നെ വലിയ വലിയ ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പ്രസിഡന്റും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തു. സോ ഈ വീഡിയോ കള്ളമാവില്ല, ഇത് ദൂരദർശന്റേതാണ്. ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. കാരണം ഈ കാര്യം കൊണ്ട് എന്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. കാരണം ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ മീഡിയാക്കളെ ആലോചിച്ച് ആശ്ചര്യപ്പെടുന്നു. ഞാൻ എപ്പോഴൊക്കെ അവർക്ക് സത്യം കാണിച്ചു കൊടുത്താലും അവർ കള്ളവും സത്യമല്ലാത്തതും ആരാണോ ക്രിമിനൽ അവർ പറയുന്നതാണ് പുറത്തു കൊണ്ടുവരിക. അവർ പറയുന്നത് ആരും ചെവി കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ ആപ്കി അദാലത്തിലേക്ക് തെളിവുമായി വന്നിരിക്കുന്നത്. ഇനി പബ്ലിക് വേണം ഡിസൈഡ് ചെയ്യാൻ ഞാൻ എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്. താങ്കളുടെ ഈ തെളിവുകൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ എല്ലാ സഹായം ഞങ്ങൾ ചെയ്യും. താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇവിടെ സംസാരിക്കാം. പെർസെപ്ഷൻ എന്താണോ അതിനെക്കുറിച്ചായിരിക്കും ഇവിടെ സംസാരിക്കുന്നത്. പബ്ലിക്കിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട ആ ദിവസം ഡൽഹിയിൽ മാത്രം 3000 സിഖുകാർ കൊല ചെയ്യപ്പെട്ടു. ആ സമയത്തുണ്ടായിരുന്ന കോൺഗ്രസ് ലീഡേഴ്സിന്റെ ലിസ്റ്റിൽ താങ്കളുടെ പേരും ഉണ്ടായിരുന്നു. താങ്കൾക്ക് അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് ജനങ്ങൾ കരുതുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കൊലയ്ക്ക് പകരം വീട്ടാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചു, അതുകൊണ്ടാണ് അതെല്ലാം സംഭവിച്ചെന്ന് പറയുന്നു. ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആർക്കാണ് ദേഷ്യം വരാത്തത്? ദേഷ്യം സിഖ് സഹോദരന്മാരോട് കുടുംബത്തിലെ അംഗമാണ്. എന്റെ വിവാഹം ഗ്രന്ഥ് സാഹിബിന് മുൻപിൽ വെച്ചാണ് നടന്നത്. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഗ്രന്ഥ് സാഹിബിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ്. വൈഷ്ണവദേവി അമ്മയിലും എനിക്ക് വിശ്വാസമുണ്ട്. ഈ ആളുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, കാരണം അവർക്ക് പാവപ്പെട്ടവനെ വേറെ ആരെയും കിട്ടിയില്ല. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ താങ്കൾ ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച വ്യക്തി. എന്റെ അമ്മയും സിഖുകാരിയാണ്. കുടുംബത്തിൽ എല്ലാവരും സിഖ് മതത്തിലുള്ളവരാണ്. ഞങ്ങൾ 47-ൽ ലാഹോറിൽ നിന്നും അമൃത്സറിലേക്ക് വന്നു. ആ സമയത്ത് എന്റെ അച്ഛനെ 5-6 കഷ്ണങ്ങളാക്കി വെട്ടിക്കളഞ്ഞു. പിന്നെ എന്റെ അമ്മയാണ് ഞങ്ങളെ ഒരു ട്രെയിനിൽ വെച്ച് മുടിയൊക്കെ മുറിച്ചു കളഞ്ഞ് ട്രെയിനിലെ ബാത്റൂമിൽ അടച്ചിട്ട് ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ ട്രെയിനിൽ നിന്നും ഉടച്ച് വെളിയിലെടുത്തു. ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. സിഖുകാര് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തിട്ടില്ല. ദ ഹാൻഡ്ഫുൾ ഓഫ് അക്കാലീസ് അവർ പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് BJPക്കൊപ്പം ചേർന്ന്. താങ്കൾ ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്, താങ്കളുടെ അമ്മയും സിഖാണ്. പക്ഷേ ഈ ടൈറ്റിലർ എന്നുള്ള പേരെങ്ങനെ വന്നു? ആക്ച്വലി എന്റെ പേര് ജഗദീഷ് സിംഗ് കപൂർ എന്നാണ്. ടൈറ്റിലർ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഗുരുദ്വാരയിൽ ഞങ്ങളുടെ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡൽഹിയിലെ പബ്ലിക് സ്കൂൾ, അതിനെ നവീൻ ബാർ സ്കൂൾ എന്ന് പറയും, അവിടെ ഒരു ഇംഗ്ലീഷ് വാദ്യാരുണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ അച്ഛൻ ഇംഗ്ലീഷുകാർക്കൊപ്പം ജോലി ചെയ്തു. അദ്ദേഹം ലാഹോറിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. സോ ഞാനും പഠിച്ച ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. സോ അവരെവിടേക്കോ ചെന്ന് ഒരു 5 രൂപ വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നെ എൻ്റെ അമ്മ നവീൻ ബാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. 2-3 മാസം ഫീസ് കെട്ടാത്തതുകൊണ്ട് എന്റെ പേര് അവിടുന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ വാദ്യാർ എന്റെ അമ്മയെ വിളിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫീസ് കെട്ടാത്തതെന്ന് ചോദിച്ചു. സാർ, ഭക്ഷണത്തിന് വഴിയില്ല, ഗുരുദ്വാരയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ എങ്ങനെ ഫീസ് കെട്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പൊ ശരി ഞാൻ ഇവനെ നോക്കിക്കോളാം. അതുപോലെ അദ്ദേഹം നോക്കി. ഞാൻ എന്റെ പേര് പറഞ്ഞു. ഏതെങ്കിലും റിലീജിയൻ വൈസ് താങ്കൾ ക്രിസ്ത്യാനിയായി? ഇല്ലല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് എന്നെ സ്ഥാനമില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിയെ ബഹുമാനിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ റിലീജിയനും ഒന്നാണ്. ബട്ട് സ്റ്റിൽ ഐ ആം എ കട്ടർ ഹിന്ദു. നല്ല ഹിന്ദു. RSS BJP പോലൊന്നും അല്ല.
ഇതുവരെ ഡൽഹിയിൽ 4 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച BJP ലീഡേഴ്സ് ആരുമില്ല. ഇപ്രാവശ്യവും ജയിച്ചിരുന്നെങ്കിൽ അത് റെക്കോർഡ് ബ്രേക്ക് ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് പഴഞ്ചൊല്ലില്ലേ, നല്ലതിന് കാലമില്ലെന്ന്. ഈ ലോകം തന്നെ നന്നായിട്ട് പണിയെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ചില അക്കാലീസ്, ഞാൻ സിഖ് സഹോദരന്മാരെയല്ല പറയുന്നത്, കാരണം അവർ നല്ലവരാണ്. ഇന്നു പോലും നിങ്ങൾ എന്റെ കോൺസ്റ്റിറ്റ്വൻസിയിലേക്ക് പോകൂ, ആ കോൺസ്റ്റിറ്റ്വൻസിയിൽ ഒരു ഫാമിലിയെങ്കിലും എന്നെപ്പറ്റി ചീത്തയായി പറഞ്ഞെങ്കിൽ, അതായത് ജഗദീഷ് ടൈറ്റ്ലർ മോശമായവനാണെന്ന് പറഞ്ഞാൽ, ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. 31 ഒക്ടോബറിന് ശേഷം ഡൽഹിയിൽ വലിയ കൊലപാതകങ്ങൾ നടന്നു. തീർച്ചയായിട്ടും നടന്നു. താങ്കൾ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അതെ. താങ്കൾ സിഖുകാരായിട്ടുള്ള ആരെയെങ്കിലും സംരക്ഷിച്ചോ? 31 രാത്രി മുതൽ നവംബർ 12 തീയതി വരെ ഞങ്ങളെല്ലാവരും ഡ്രോയിങ് റൂമിൽ തറയിൽ കിടക്കുകയായിരുന്നു. ബാക്കി എല്ലാ ബെഡിലും സിഖ് സഹോദരന്മാരാണ് കിടന്നത്. അവിടെ സ്നോ വൈറ്റ് ഫാമിലി ഉണ്ടായിരുന്നു, സംഗീത് പൂരി ഫാമിലി ഉണ്ടായിരുന്നു, പൂരീസ് ഫാമിലി ഉണ്ടായിരുന്നു, 13B, 12B, നമ്മുടെ 13B പോലും ഉണ്ടായിരുന്നു. അവരോട് തന്നെ ചോദിക്കൂ. സർദാർ ബജാറിൽ ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു, അവരെയും ജഗദീഷ് സാർ വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. ഇദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ടിക്കറ്റ് കട്ട് ചെയ്തതും കോൺഗ്രസ് പാർട്ടിയാണ്. ഇദ്ദേഹത്തിന്റെ നേരെ പഴി ചുമത്തിയത് ചില സർദാർമാരാണ്. ജഗദീഷ് ടൈറ്റ്ലർ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് ആരാണ് തീരുമാനിക്കുക? നീതിപീഠം ഇപ്പോൾ 28-ാം തീയതി ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ടൈറ്റ്ലർ സാർ നിരപരാധിയാണെന്ന് തെളിയുകയാണെങ്കിൽ പിന്നീട് ടിക്കറ്റിന്റെ കാര്യം എന്താകും? ഇതിനാരാണ് മറുപടി പറയുക? ടൈറ്റ്ലർ സാറാണോ അല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ? ഇപ്പൊ ഇത് പാർട്ടി തന്നെ വേണം ഡിസൈഡ് ചെയ്യാൻ. ഞാൻ എന്തു പറയാൻ, ഞാൻ പാർട്ടിയിൽ ഡിസിപ്ലിനായും സത്യസന്ധമായുമാണ്. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്, പക്ഷെ ആരാണ് തീരുമാനം എടുക്കുക? അത് ജനങ്ങൾ അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അതായത് CBI താങ്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി, കോടതിയും താങ്കളെ വെറുതെ വിട്ടു. അങ്ങനെ കോടതിയിൽ ജഗദീഷ് ടൈറ്റ്ലറിന്റെ മേൽ ഒരു കേസും ഇല്ല. ആ സാക്ഷികളെല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യും, പാർട്ടിയുടെ പണികൾ ചെയ്യും, പിന്നെ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ നോക്കും. പാർട്ടി ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കും.